ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹണ്ടർ ഗാദർ സൊസൈറ്റീസ് ഫ്രം പ്രസൻറ്റ് ടു ദി പാസ്റ്റ് എന്നാണ്. എന്നുവെച്ചാൽ വേട്ടയാടൽ സമാഹരണ സമൂഹങ്ങൾ എന്നാണ്. നായാടി സമാഹരണ സമൂഹങ്ങൾ. ഹണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നായാടുക, വേട്ടയാടുക എന്നുള്ളതാണ്. ഗാദർ ചെയ്യുക എന്ന് പറഞ്ഞാൽ സമാഹരിക്കുക. അപ്പോൾ നായാടി സമാഹരണ സമൂഹങ്ങൾ ഫ്രം പ്രസൻറ്റ് ടു പാസ്റ്റ്. ഫ്രം പ്രസൻറ്റ് ടു പാസ്റ്റ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ നായാടി സമാഹരണ സമൂഹങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ചാണ് നമ്മളിതിൽ തോന്നുന്നത്. അപ്പോൾ അതിനൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, വെദർ ദി ഇൻഫർമേഷൻ അബൌട്ട് പ്രസൻറ്റ് ഡേ ഹണ്ടർ ഗാദേഴ്സ് കുഡ് ബി യൂസ്ഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി പാസ്റ്റ് സൊസൈറ്റീസ്. ഇപ്പോൾ ചോദിക്കുന്നത് ഇതാണ്, ഇന്നുമുണ്ട് എന്ത്? നായാടി സമാഹരിച്ച് ജീവിക്കുന്ന ജനവിഭാഗങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള നായാടി സമാഹരണ ജനവിഭാഗങ്ങളെക്കുറിച്ച് പഠിച്ചാൽ പണ്ട് കാലത്ത് ജീവിച്ചിരുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുമോ എന്നതാണ് ചോദ്യം. അതായത് ഇന്നും വേട്ടയാടിയും ഭക്ഷണം ശേഖരിച്ചും ജീവിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അവരെക്കുറിച്ച് പഠിച്ച് ആരിലേക്ക് എത്തുക? ആദ്യ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിന് രണ്ട് ആൻസേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് രീതിയിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ട്. ടു ഓപ്പോസിങ് വ്യൂസ് ഓൺ ദിസ് ഇഷ്യൂ. ഈ വിഷയത്തെക്കുറിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട്, രണ്ട് എതിരഭിപ്രായങ്ങളാണ് അല്ലേ. ഇപ്പോൾ രണ്ട് അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒന്ന് അനുകൂലമായിട്ട് ഒന്ന് പ്രതികൂലം. അപ്പോൾ ഏതാണ് അനുകൂലം ഏതാണ് പ്രതികൂലം എന്നുള്ളതല്ല, രണ്ട് വ്യൂസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് നമ്മൾ നോക്കാം. വി ക്യാൻ ഇൻ്റർപ്രറ്റ് ദി ആർക്കിയോളജിക്കൽ റിമൈൻസ് ഓഫ് ദി പാസ്റ്റ് ബൈ സ്റ്റഡിയിങ് ദി പ്രസൻറ്റ് ഡേ ഹണ്ടർ ഗാദേഴ്സ് അല്ലേ. വി ക്യാൻ ഇൻ്റർപ്രറ്റ് ദി ആർക്കിയോളജിക്കൽ റിമൈൻസ്, എന്താ പറയുക, പുരാവസ്തുശാസ്ത്രപരമായ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ട് പണ്ട് കാലത്തെക്കുറിച്ച് പഠിച്ച് എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പാസ്റ്റ് ബൈ സ്റ്റഡിയിങ് ദി പ്രസൻറ്റ് ബൈ ഹണ്ടർ ഗാദേഴ്സ്. ഇപ്പോൾ പറയുന്നതിന് ഉദാഹരണമായിട്ട് അവർ പറയുന്നു, സം ആർക്കിയോളജിസ്റ്റ് സജസ്റ്റഡ് ദാറ്റ് ദി ഹോമിനിഡ് സൈറ്റ്സ് ഇൻ ദി മാർജിൻസ് ഓഫ് ലേക്ക് ടർഖാന, ആഫ്രിക്ക. ആഫ്രിക്കയിലെ ടർഖാന തടാകം, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആഫ്രിക്കയിലെ ടർഖാന തടാകത്തിൻ്റെ തീരത്തുള്ള സൈറ്റിലാണ് ആര് താമസിച്ചിരുന്നത്? ഹോമിനിഡുകൾ താമസിച്ചിരുന്നത്. ഏത് സമയത്ത്? ഡ്രൈ സീസണൽ ക്യാമ്പ്, വേനൽക്കാല താവളങ്ങളായിരുന്നു. ആരുടെ? ഹോമിനിഡ്സിൻ്റെ വേനൽക്കാല താവളങ്ങളായിരുന്നു ആഫ്രിക്കയിലെ ടർഖാന തടാകത്തിൻ്റെ തീരപ്രദേശം. അവർ അവിടെയാണ് താമസിച്ചിരുന്നത്. കാരണം ടർഖാന തടാകത്തിൽ വെള്ളം കിട്ടും. അപ്പോൾ വേനൽക്കാലത്ത് അവരിവിടെ വന്ന് താമസിച്ചിരുന്നു എന്ന് ചില ആർക്കിയോളജിസ്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സച്ച് പ്രാക്ടീസ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് അമംഗ് ദി പ്രസൻറ്റ് ഡേ ഹണ്ടർ ഗാദേഴ്സ് ലൈക്ക് ഹഡ്സ ആൻഡ് കുങ്സൺ. പേര് കേട്ടിട്ട് ഇച്ചിരി വരുന്നുണ്ടോ? ഹഡ്സ ആൻഡ് കുങ്സൺ. അപ്പോൾ ഈ ഹഡ്സയും കുങ്സണും രണ്ട് ഗോത്രവിഭാഗക്കാരാണ്. ഇന്നുമുള്ള രണ്ട് ഗോത്രവിഭാഗക്കാരാണ്. അവരിന്നും വേട്ടയാടിയും ഭക്ഷണം ശേഖരിച്ചുമാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ഇന്നും വേട്ടയാടിയും ഭക്ഷണം ശേഖരിച്ചും ജീവിക്കുന്ന ഹഡ്സ ആൻഡ് കുങ്സൺ എന്ന് പറയുന്ന രണ്ട് ഗോത്രങ്ങളെക്കുറിച്ച് പഠിച്ചാൽ, അവരിപ്പോഴും ഇത് പ്രാക്ടീസ് ചെയ്യുന്നു. അവരെക്കുറിച്ച് പഠിച്ച ഹഡ്സ ആൻഡ് കുങ്സൺസ് ആർ പ്രസൻറ്റ് ഡേ ഹണ്ടർ ഗാദർ ട്രൈബ്സ് ഇൻ ആഫ്രിക്ക. ഇന്നും ആഫ്രിക്കയിലെ നാടോടി സമാഹരണ സമൂഹങ്ങളാണ് ഹഡ്സയും കുങ്സണും. ഹഡ്സ ട്രൈബ്സ് ഇൻ ടാൻസാനിയ, ആഫ്രിക്കയിലെ ടാൻസാനിയയിലാണ് ഹഡ്സ ട്രൈബ്സ്, ഹഡ്സ ഗോത്രം താമസിക്കുന്നത്. അവർ താമസിക്കുന്നത് ലേക്ക് ഇയാസി എന്ന് പറയുന്ന അതിൻ്റെ തീരത്താണ്. ഇയാസി തടാകത്തിൻ്റെ തീരത്താണ് ആര് താമസിക്കുന്നത്? ഹഡ്സ ട്രൈബ്സ് താമസിക്കുന്നത്. പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു കാരണം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞു ഹോമിനിഡ്സ് താമസിച്ചിരുന്ന ആഫ്രിക്കയിലെ ടർഖാന തടാകത്തിൻ്റെ കീഴിലാണ്. അതേ ആഫ്രിക്കയിലെ തന്നെ ലേക്ക് ഇയാസി എന്ന് പറയുന്ന തടാകത്തിൻ്റെ കീഴിലാണ് ഇന്നത്തെ ഗോത്രവിഭാഗമായ ഹഡ്സ താമസിക്കുന്നത്. അപ്പോൾ ഈ ഹഡ്സയെക്കുറിച്ച് പഠിച്ചാൽ ആരുടെ വിവരങ്ങൾ കിട്ടും? ഹോമിനിഡ്സിൻ്റെ വിവരങ്ങൾ കിട്ടാൻ സാധ്യത കൂടുതലാണ് എന്ന് ഒരു വിഭാഗം ആർക്കിയോളജിസ്റ്റുകൾ, ചരിത്രകാരന്മാരുമൊക്കെ പറയുന്ന കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. പണ്ട് കാലത്ത്, അതായത് ഹോമിനിഡിൻ്റെ കാലഘട്ടത്തിൽ ടർഖാന തടാകത്തിൻ്റെ കീഴിൽ അവർ വേനൽക്കാല വസതികളായിട്ട് അല്ലെങ്കിൽ വേനൽക്കാലത്ത് താമസിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അവരെക്കുറിച്ച് ആ ഒരു തെളിവ് മാത്രമേ ഉള്ളൂ, മറ്റു കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ കൂടുതൽ ഡീറ്റെയിൽസ് അവരെക്കുറിച്ച് കിട്ടണമെങ്കിൽ ആരെക്കുറിച്ച് പഠിച്ചാൽ മതി? ഇന്നും ആഫ്രിക്കയിലെ ലേക്ക് ഇയാസിയുടെ തീരത്ത് താമസിക്കുന്ന ഹഡ്സ എന്ന് പറയുന്ന വിഭാഗത്തെയും കുങ്സൻ എന്ന് പറയുന്ന വിഭാഗത്തെയും കുറിച്ച് പഠിച്ചാൽ ആരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമായിരിക്കും? ഹോമിനിഡുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമായിരിക്കുമെന്ന് ചരിത്രകാരന്മാർ പറയും, ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നു. പിന്നെ അതിൻ്റെ ഒരു ഓപ്പോസിഷനായിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത് എത്നോഗ്രാഫിക് ഡേറ്റാസ് ഓഫ് പ്രസൻറ്റ് സൊസൈറ്റീസ് cannot be used for the understanding of the past societies because the two are totally different. അപ്പോൾ അതിൻ്റെ ഓപ്പോസിഷൻ വന്നത് എന്താണ്? ഇന്നത്തെ കാലഘട്ടത്തിലെ സമൂഹത്തെക്കുറിച്ച് പഠിച്ചാൽ പഴയ കാലഘട്ടത്തിലെ സമൂഹത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറയുന്നത് ദാറ്റ് വാസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്, വ്യത്യസ്തമാണ്. രണ്ട് സമൂഹങ്ങളും വ്യത്യസ്തമാണ്, അത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതിന് കാരണം പറയുന്നുണ്ട്, ഏർലി സൊസൈറ്റീസ് എക്കണോമിക് ആക്ടിവിറ്റീസ് വെർ ലിമിറ്റഡ്. അവരുടെ സാമ്പത്തിക ഇടപെടലുകൾ, ഇപ്പോൾ ഈ ഹോമിനിഡുകളുടെ സാമ്പത്തിക ഇടപെടലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റഡാണ്. സാമ്പത്തിക ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ലിമിറ്റഡ്. അവരുടെ പ്രധാനമായിട്ടും ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് ആണ് അവർക്ക് ഉണ്ടായിരുന്നത്. വേട്ടയാടുക, ഭക്ഷണം ശേഖരിക്കുക, കഴിക്കുക, എവിടെയെങ്കിലും കിടക്കുക. അപ്പോൾ ഹണ്ടിങ് ഗാദറിംഗ് സൊസൈറ്റിയാണ് ഹോമിനിഡുകളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ബട്ട് മോഡേൺ ഹണ്ടിങ് ഗാദറിംഗ് സൊസൈറ്റീസ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹഡ്സയും കുങ്സനും അവരും വേട്ടയാടി ഭക്ഷണം ശേഖരിച്ച് ജീവിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അവർ എന്താ പറയുക, എക്സ്പാൻഡഡ് ദെയർ അതർ ഏരിയാസ്. അവർ ഈ വേട്ടയാടി ഭക്ഷണം ശേഖരിച്ച് മാത്രമല്ല ജീവിക്കുന്നത്, അവരങ്ങനെയാണ്. പക്ഷെ അത് മാത്രമല്ല, അവരുടെ ഏരിയാസ് കുറച്ചുകൂടി വൈഡാണ്. എന്തൊക്കെയാണ്? ദ എക്സ്ചേഞ്ച് ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. അവർ കാട്ടിൽ നിന്ന് കിട്ടുന്ന വനവിഭവങ്ങൾ എവിടെ കൊടുക്കുന്നു? നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുന്നു. ട്രേഡ്. അപ്പോൾ അവർക്കിടയിൽ ട്രേഡ് വന്നു. ഈ ട്രേഡ് എവിടെ ഇല്ല? ഹോമിനിഡുകൾക്ക് ട്രേഡില്ല. പിന്നെ വർക്കിംഗ് ആസ് പെയ്ഡ് ലേബേഴ്സ്. അവർ നാട്ടിൽ വന്ന് കൂലിക്ക് ജോലി ചെയ്യുന്നു. അപ്പോൾ അവിടെയും സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, എക്കണോമിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഇതൊന്നും ആർക്കില്ല? ഹോമിനിഡുകൾക്കില്ല. പക്ഷേ ഇന്നത്തെ ഹണ്ടർ ഗാദർ സൊസൈറ്റിക്ക്, അതായത് ഹഡ്സയ്ക്കും കുങ്സനും ഉണ്ട്. അപ്പോൾ എതിർക്കുന്ന വിഭാഗക്കാർ പറയുന്നത് എന്താണ്? അപ്പോൾ ഇത്തരത്തിലുള്ള എക്കണോമിക്കൽ ആക്ടിവിറ്റീസ് നടക്കുന്നത് കൊണ്ട് ഇവരെക്കുറിച്ച് പഠിച്ചാൽ ആരെക്കുറിച്ച് മനസ്സിലാവില്ല? ഏർലി സൊസൈറ്റി ഹോമിനിഡുകളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് അതിനെ എതിർക്കുന്നവർ പറയുന്നു. പക്ഷേ അനുകൂലിക്കുന്നവർ പറയുന്നത് എന്താണ്? ഹഡ്സയും കുങ്സനും ഇന്നും വേട്ടയാടിയും അതുപോലെ തന്നെ ഭക്ഷണം ശേഖരിച്ചുമൊക്കെ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർ ഹോമിനിഡുകളുടെ പിൻതലമുറ, അവരെങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഇവരും ജീവിക്കുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ച് പഠിച്ചാൽ അവരെക്കുറിച്ച് പഠിക്കാൻ സാധിക്കും എന്നുള്ള ഒരു വ്യൂ. അപ്പോൾ അതിനെ എതിർക്കുന്ന മറ്റൊരു വ്യൂ ആണ്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അത് ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കുക കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ എത്നോഗ്രാഫിസ്റ്റ് ആന്ത്രോപോളജിയൊക്കെ പറഞ്ഞു. എന്താണ് എത്നോഗ്രാഫി, ആന്ത്രോപോളജി എന്നുള്ളതാണ്. 2 disciplines which helps to reconstruct the lives of the earliest people. പഴയ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അത് പുനർനിർമ്മിക്കാൻ നമ്മളെ സഹായിക്കുന്ന 2 വിഷയങ്ങളാണ്. ഒന്ന് ആന്ത്രോപോളജിയും അത് എത്നോഗ്രാഫിയും. ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ആന്ത്രോപോളജി ഡിസിപ്ലിൻ ദി സ്റ്റഡീസ് ഹ്യൂമൻ കൾച്ചർ ആൻഡ് എവല്യൂഷണറി ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ബയോളജി. മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ എവല്യൂഷണറി പരിണാമ പ്രക്രിയയെക്കുറിച്ചുമൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് നരവംശശാസ്ത്രം, ആന്ത്രോപോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എത്നോഗ്രാഫി എന്ന് പറഞ്ഞാൽ വംശീയ ശാസ്ത്രമാണ്. ദി സ്റ്റഡി ഓഫ് കണ്ടംപററി എത്നിക് ഗ്രൂപ്പ്സ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദെയർ മോഡ്സ് ഓഫ് ലൈവ്ലിഹുഡ്, ടെക്നോളജി, റിച്വൽസ് ആൻഡ് ഒരു വംശത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. എത്നിക് ഗ്രൂപ്പ്, വംശീയ ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ ജീവിത രീതികളുണ്ടാവും, അവരുടേതായ സാങ്കേതിക വിദ്യകളുണ്ടാവും, അവരുടേതായ ആചാരങ്ങളുണ്ടാവും. അതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് വംശീയ ശാസ്ത്രം എന്ന് പറയുന്നത്. ഒരു റേസ് ഗ്രൂപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു എത്നിക് ഗ്രൂപ്പിനെ കുറിച്ച് പഠിക്കുന്നതാണ് എത്നോഗ്രാഫി. ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സംസ്കാരം, അതിൻ്റെ പരിണാമം, ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്, പഠനശാഖയാണ് ആന്ത്രോപോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോയാൽ ദി പീരീഡ് ബിറ്റ്വീൻ 10,000 and 4,000 ഇയേഴ്സ്. ആ ഒരു 10,000 4,500 വർഷങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. എ ടേണിംഗ് പോയിൻ്റ് ഇൻ ഹ്യൂമൻ സൊസൈറ്റി. മനുഷ്യൻ്റെ സമൂഹത്തിലെ ഒരു
ടേണിംഗ് പോയിൻ്റായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്, ഈ ഒരു പീരീഡിനെ കണക്കാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ടേണിംഗ് പോയിൻ്റ് ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഓരോരോ പോയിൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ എന്താണ്, ദ ഷിഫ്റ്റ് ഫ്രം ഹണ്ടിങ് ഗാദറിങ് ടു അഗ്രികൾച്ചർ. അവർ എന്തിലേക്ക് മാറി? വേട്ടയാടി ഭക്ഷണം ശേഖരിച്ചിരുന്നവർ എന്തിലേക്ക് മാറി? ദ ഷിഫ്റ്റ് ടു അഗ്രികൾച്ചർ. അവർ കൃഷിയിലേക്ക് മാറി. അതൊരു പ്രധാനപ്പെട്ട ചേഞ്ചാണ്. മനുഷ്യൻ ആദ്യമായിട്ട് എന്താരംഭിച്ചു? കൃഷി ആരംഭിച്ചു. Then world learned to domesticate certain plants and animals. അവർ ലേൺ ടു ഡൊമസ്റ്റിക്കേറ്റ് certain plants, ചില സസ്യങ്ങളും മരങ്ങളും ഒക്കെ കുഴിച്ചിട്ട് വളർത്താൻ തുടങ്ങി. അതുപോലെ ആനിമൽസിനെ വളർത്താൻ തുടങ്ങി, പാസ്റ്ററലിസം അല്ലേ, മൃഗങ്ങളെ വളർത്താൻ ആരംഭിച്ചു. ഭക്ഷ്യയോഗ്യമായ അല്ലെങ്കിൽ ഉപയോഗപ്രദമായ മരങ്ങളും സസ്യങ്ങളുമൊക്കെ അവർ കുഴിച്ചിടാൻ തുടങ്ങി. ഇനി വൈ ഡിഡ് ദിസ് ചേഞ്ചസ് ടേക്ക് പ്ലേസ്? ഈ മാറ്റങ്ങൾക്കൊക്കെ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം? ഒന്നാമത്തെ ക്ലൈമറ്റിക്കൽ ചേഞ്ചസ്, കാലാവസ്ഥാ വ്യതിയാനം. രണ്ടാമത്തെ പോപ്പുലേഷൻ പ്രഷർ, അവരുടെ ജനസംഖ്യ കൂടിക്കൂടി വരികയാണ്, പോപ്പുലേഷൻ പ്രഷർ. ദെൻ എൻകറേജിങ് നോളജ് അബൌട്ട് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. മൃഗങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ കുറിച്ച് അവരുടെ അറിവ് വർദ്ധിച്ചു കൊണ്ടിരുന്നു അല്ലേ. ഏതൊക്കെ മൃഗങ്ങളെ ഇണക്കി വളർത്തിയാൽ എന്തെല്ലാം ഗുണങ്ങൾ കിട്ടുമെന്ന് അവർക്ക് മനസ്സിലായി. ഏതെല്ലാം മരങ്ങൾ, ഏതെല്ലാം സസ്യങ്ങൾ കൃഷി ചെയ്താൽ, കുഴിച്ചിട്ടാൽ എന്തെല്ലാം ഗുണങ്ങൾ കിട്ടും എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ ഇത്തരം അറിവുകൾ എന്തിലേക്ക് വഴിതെളിയിച്ചു? ഒരു ചേഞ്ചസിലേക്ക് വഴിതെളിയിച്ചു. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളിലേക്ക് അത് വഴിതെളിയിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നതാണ്, 13,000 വർഷങ്ങൾക്ക് മുമ്പ് ഐസ് ഏജ് അവസാനിച്ചു. ആ ഐസ് ഏജിൻ്റെ അവസാന കാലഘട്ടത്തോടുകൂടി. അപ്പോൾ ആ ഐസ് ഏജ് അല്ലെങ്കിൽ ആ മഞ്ഞ് യുഗം, ഹിമയുഗം അവസാനിച്ചതോടുകൂടി അന്തരീക്ഷത്തിലെ ചൂട്, ഈർപ്പം ഒക്കെ അതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചു. മഞ്ഞ് മാറിയതോടുകൂടി അന്തരീക്ഷം കുറച്ചുകൂടി മാറി. ഇറ്റ് ഈസ് എ ഫേവറബിൾ ദി ഗ്രോത്ത് ഓഫ് ഗ്രാസസ്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചൂടിൻ്റെയും ഈർപ്പത്തിൻ്റെയൊക്കെ സാന്നിധ്യം എന്തിന് കാരണമായി? പുല്ലുകൾ മുളയ്ക്കുന്നതിന്, ബാർലിയും ഗോതമ്പും ഒക്കെ മുളയ്ക്കുന്നതിന്, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാകുന്നതിന് അനുയോജ്യമായ കാലാവസ്ഥയിലേക്ക് മാറി. പിന്നെ പുൽമേടുകൾ വർദ്ധിച്ചു, പുല്ലുകൾ മുളച്ചു. മഞ്ഞ് കാലം കഴിഞ്ഞതോടുകൂടി നമ്മൾ പറഞ്ഞു വനത്തിൻ്റെ അളവിൽ കുറവ് സംഭവിച്ചു, പുൽമേടുകൾ വർദ്ധിച്ചു. പുൽമേടുകൾ വർദ്ധിച്ചതോടുകൂടി പുല്ലുകൾ തിന്നാനുള്ള മൃഗങ്ങളുടെ വർധനവുണ്ടായി. ഷീപ്പ്, ചെമ്മരിയാടുകളും ആടും അതുപോലെ മറ്റ് കന്നുകാലികളൊക്കെ വർദ്ധിച്ചു. അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടായി. പിന്നെ ഡ്യൂ ടു ദി അബണ്ടൻസ് ഓഫ് ഗ്രാസസ് ദി അനിമൽസ് ഹ്യൂമൻ ബീങ്സ് ബിഗാൻ ടു പ്രിഫർ ദീസ് ഏരിയസ്. അപ്പോൾ ഇങ്ങനെ പുൽമേടുകൾ വർദ്ധിച്ചതോടുകൂടി മനുഷ്യനും മൃഗങ്ങളുമൊക്കെ ഇത്തരത്തിലുള്ള എന്താ പറയുക, പുതിയ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുകയും അവരവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സ്ഥലങ്ങൾ, മനുഷ്യനും മൃഗങ്ങൾക്കും ഒരേപോലെ ജീവിക്കാൻ ആവശ്യമായ ഭൂപ്രകൃതി രൂപപ്പെട്ടതോടുകൂടി ദിസ് പെർമനൻറ്റ് കമ്മ്യൂണിറ്റീസ് എമേർജ്ഡ്. അവരവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി. ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങിയതോടുകൂടി അവിടെ എന്ത് രൂപപ്പെട്ടു? ഒരു സ്ഥിര സമൂഹം രൂപപ്പെട്ടു. പിന്നെ പോപ്പുലേഷൻ പ്രഷർ കമ്പൽഡ് ദം ടു ഇൻക്രീസ് ദി ഫുഡ് സപ്ലൈ. ജനസംഖ്യ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ ഭക്ഷണം കൂടുതൽ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ അവർക്ക് ഭക്ഷണം കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഭക്ഷണം കൂടുതൽ ആവശ്യമായിട്ട് വന്നപ്പോൾ അതെന്തിലേക്ക് വഴിതെളിയിച്ചു? ഡൊമസ്റ്റിക്കേഷൻ ഓഫ് സർട്ടൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഭക്ഷണം കൂടുതൽ ആവശ്യമായിട്ട് വന്നപ്പോൾ അവർ കൃഷി ചെയ്യാൻ തുടങ്ങി. കൂടുതൽ കൃഷികൾ വർദ്ധിപ്പിച്ചു. മൃഗങ്ങളെ കൂടുതൽ വർദ്ധിപ്പിക്കാൻ തുടങ്ങി. എന്തൊക്കെ പ്ലാന്റ്സാണ്, എന്തൊക്കെ കൃഷിയാണ് അവർ ചെയ്തിരുന്നത്? വീറ്റ്, ബാർലി, റൈസ്, മില്ലറ്റ് അല്ലേ, ചോളവും ബാർലിയും ഗോതമ്പും അരിയും എല്ലാം അവർ കൃഷി ചെയ്തു. പിന്നെ ആട്, ചെമ്മരിയാട് പോലെയുള്ള കന്നുകാലികളെ അവർ ഇണക്കി വളർത്തി അത് കൂടുതൽ ഉപയോഗിച്ചു. കാരണം അവരുടെ ജനസംഖ്യ കൂടി, അവരുടെ അടുത്ത് താമസിക്കാൻ തുടങ്ങി, അവരുടെ ഒരു സമൂഹം രൂപപ്പെട്ടു. അപ്പോൾ അവർക്ക് കൂടുതൽ ഉൽപ്പാദനത്തിലേക്ക് പോകേണ്ടി വന്നു. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ ലീഡ് ടു ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പെർമനൻറ്റ് ഹൗസ്. കൃഷിയുടെ ആരംഭം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വീറ്റ്, ബാർലി, ഗോതമ്പ് അതുപോലെ ചോളം, അരിയൊക്കെ അവർ കൃഷി ചെയ്യാൻ തുടങ്ങിയതോടുകൂടി മറ്റു മൃഗങ്ങൾ ഇത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് അവിടെ താമസിക്കേണ്ടി വന്നു. അങ്ങനെ താമസിക്കേണ്ടി വന്നതോടുകൂടി അവിടെ എന്ത്
രൂപപ്പെട്ടു? അവർ വീടുകൾ ഉണ്ടാക്കാൻ തുടങ്ങി, സ്ഥിരമായ വീടുകൾ. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ടെമ്പററി ഷെൽട്ടേഴ്സ് അവരുണ്ടാക്കിയിരുന്നു. കൃഷി ആരംഭിച്ചതോടുകൂടി ദ എസ്റ്റാബ്ലിഷ്ഡ് പെർമനൻ്റ് ഹൗസ്, സ്ഥിരമായിട്ട് വീടുകൾ നിർമ്മിച്ചു. അപ്പോൾ ഓരോ സ്ഥലത്ത് സ്ഥിരമായിട്ട് വീടുകൾ നിർമ്മിച്ചതോടുകൂടി അവിടെ എന്ത് വന്നു? ഒരുപാട് വീടുകൾ അടുപ്പിച്ചടുപ്പിച്ച് ഉണ്ടാക്കിയതോടുകൂടി അതൊരു ഗ്രാമമായിട്ട് മാറി. ദ വില്ലേജ് എമേർജ്ഡ്. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമങ്ങളുടെ ആവിർഭാവം ഉണ്ടായി. ഫസ്റ്റ് വില്ലേജ് എമേർജ്ഡ് ഇൻ ദി റീജിയൻ കാൾഡ് ഫെർട്ടൈൽ ക്രസൻറ്റ്. ഫെർട്ടൈൽ ക്രസൻറ്റ് എന്ന് പറയുന്ന റീജിയനിൽ ആദ്യത്തെ വില്ലേജുകൾ രൂപപ്പെട്ടു. അപ്പോൾ ആ ഏരിയ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡിങ് ഫ്രം ദി മെഡിറ്ററേനിയൻ കോസ്റ്റ് ടു ദി സിഗ്രോസ് മൗണ്ടെയിൻ ഇൻ ഇറാൻ. ഇറാനിൽ സിഗ്രോസ് മൗണ്ടെയിനിലും മെഡിറ്ററേനിയൻ കോസ്റ്റിനും ഇടയിലുള്ള ആ ഒരു ഏരിയയിലാണ് ആദ്യത്തെ ഗ്രാമങ്ങൾ രൂപപ്പെട്ടത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇറാനിലാണ് അത് സംഭവിച്ചത്. ഓക്കെ. അപ്പോൾ കൃഷി രൂപീകരിച്ചു. കൃഷി ഉണ്ടായതോടുകൂടി സ്ഥിരമായിട്ട് അവർക്ക് താമസിക്കേണ്ടി വന്നു. സ്ഥിരമായിട്ട് താമസിക്കാൻ അവർ വീടുകളുണ്ടാക്കി, ഗ്രഹങ്ങൾ രൂപീകരിക്കപ്പെട്ടു. ഇങ്ങനെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് അവരെന്ത് നിർമ്മിച്ചു? മേക്കിംഗ് ഓഫ് പോട്ട്സ് ടു സ്റ്റോർ ഗ്രെയിൻസ് ആൻഡ് കുക്ക് ഫുഡ് ബിഗാൻ ദിസ് പീരീഡ്. ഈ കാലഘട്ടത്തിൽ, ഈ ചേഞ്ചസിൻ്റെ കാലഘട്ടത്തെ, ഈ ഒരു ചേഞ്ചസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ കാലഘട്ടത്തിൽ അവർ പാത്രങ്ങൾ നിർമ്മിച്ച് ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി. അതുപോലെ ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമായ പാത്രങ്ങളും അവർ ഈ കാലഘട്ടത്തിൽ നിർമ്മിച്ചു. പിന്നെ ന്യൂ ടൂൾസ് സച്ച് ആസ് പ്ലോസ് വർ യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ. നമ്മൾ കൃഷി ആരംഭിച്ചു എന്ന് പറഞ്ഞു. ഗോതമ്പും ചോളവും ബാർലിയും അല്ലേ, അരിയുമൊക്കെ അവർ കൃഷി ചെയ്തു. അപ്പോൾ അത് നിലം ഉഴുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് നിർമ്മിച്ചു? പ്ലോ. ഉഴുതാൻ ഉപയോഗിക്കുന്ന കലപ്പ കണ്ടിട്ടുണ്ടോ? കലപ്പ നിങ്ങൾ ട്രാക്ടറൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? ട്രാക്ടറിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുള്ളൂ. കലപ്പ കണ്ടിട്ടുണ്ടോ? കലപ്പ ആദ്യമായിട്ട് അവർ നിർമ്മിച്ചു. അങ്ങനെ ഒരു പുതിയ ഉപകരണത്തിൻ്റെ കണ്ടെത്തലും ആ കാലഘട്ടത്തിലുണ്ടായി. പിന്നെ പീപ്പിൾസ് ബിക്കെയിം ഫെമിലിയർ വിത്ത് മെറ്റൽസ് ലൈക്ക് കോപ്പർ ആൻഡ് ടിൻ ടു മേക്ക് അഗ്രികൾച്ചറൽ ടൂൾസ്. അവർ ആദ്യമായിട്ട് ലോഹങ്ങളെ പരിചയപ്പെട്ടു. അവർക്ക് ലോഹങ്ങൾ കിട്ടി, ഭൂമിയിൽ നിന്ന് ലോഹങ്ങൾ കിട്ടി. ഏതൊക്കെയാണ് ആദ്യമായിട്ട് കിട്ടിയത്? കോപ്പർ ആൻഡ് ടിൻ. ചെമ്പും ടിന്നുമാണ് അവർക്ക് ആദ്യമായിട്ട് കിട്ടിയ ലോഹങ്ങൾ. കോപ്പറാണ് മനുഷ്യൻ ആദ്യമായിട്ട് കണ്ടെത്തിയ ലോഹം. അങ്ങനെ കിട്ടിയ ലോഹങ്ങൾ ഉപയോഗിച്ച് അവർ കൃഷി ആരംഭിച്ചു. ദെൻ wheels came into the use of both pot making and transportation. ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമായിരുന്നു. അപ്പോൾ അവർ പാത്രങ്ങൾ നിർമ്മിക്കുന്നതിനും ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതത്തിനും ഈ ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം അവരെ വളരെയധികം സഹായിച്ചു. ദി വില്ലേജസ് were developed in the cities about 5,000 years ago. ഇങ്ങനെ രൂപം കൊണ്ട ഗ്രാമങ്ങൾ ക്രമേണ എന്തായിട്ട് മാറാൻ തുടങ്ങി? ഡെവലപ്ഡ് ഇൻ ടു ദി സിറ്റീസ്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമങ്ങൾ നഗരങ്ങളായിട്ട് മാറാൻ തുടങ്ങി. ഫസ്റ്റ് സിറ്റീസ് വേർ എമേർജ്ഡ് ഇൻ മെസ്സപ്പൊട്ടേമിയ. മെസ്സപ്പൊട്ടേമിയയിലാണ് ആദ്യത്തെ നഗരങ്ങൾ രൂപീകരിക്കപ്പെട്ടത്. ഇന്നത്തെ ഇറാഖാണ് പഴയ മെസ്സപ്പൊട്ടേമിയ. ഞാൻ പറഞ്ഞു ഗ്രാമങ്ങൾ രൂപീകരിച്ചത് ഇറാനിലാണ് എന്ന് പറഞ്ഞു. ആദ്യത്തെ നഗരങ്ങൾ രൂപീകരിക്കപ്പെട്ടത് മെസ്സപ്പൊട്ടേമിയയിലാണ്, ഇന്നത്തെ ഇറാഖിലാണ്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമങ്ങൾ നഗരങ്ങളായിട്ട് മാറി.